ഹൈ ഫ്രണ്ട്സ്, 3D ഹോം ടിപ്സിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഒബ്ജക്റ്റിന് എങ്ങനെ മെറ്റീരിയൽ കൊടുക്കാമെന്നതാണ്, ആഡ് ചെയ്യാമെന്നതാണ്. അതായത് നിങ്ങൾ സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ ഒരു സ്റ്റഡി ടേബിളാണ് ഞാൻ ഇവിടെ ഒരു എക്സാമ്പിളിനായിട്ട് എടുത്തു വെച്ചിരിക്കുന്നത്. അതിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മെറ്റീരിയൽ എങ്ങനെ കൊടുത്തതെന്ന് മനസ്സിലാക്കാം. അതായത് നിങ്ങൾ വുഡൻ മെറ്റീരിയൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ. കറക്റ്റായിട്ട് അതിൻ്റെ ഡിസൈനൊക്കെ കറക്റ്റായിട്ട് വരുന്ന വിധത്തിലാണ് ഞാൻ മെറ്റീരിയൽ ആഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഹൊറിസോണ്ടലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ അതിൻ്റെ നേരെ താഴത്തേക്ക് വെർട്ടിക്കലായിട്ട് കൊടുത്തതും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെ ശരിയായ രീതിയിൽ എങ്ങനെ മെറ്റീരിയൽ നമുക്ക് കൊടുക്കാമെന്നതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അതിനാൽ ഇതറിയാത്തവരുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ എക്സാമ്പിളിന് വേണ്ടി ഞാൻ ഒരു ബോക്സ് എടുത്ത് വരയ്ക്കുകയാണ്. ബോക്സ് എടുത്തിട്ട് ഇവിടെ ഒരു ചെറിയൊരു സിറ്റിങ്, അതായത് സ്റ്റൂള് ക്രിയേറ്റ് ചെയ്യാണ്. അതിലാണ് നമ്മൾ മെറ്റീരിയൽ ആഡ് ചെയ്യുന്നത്, അതായത് വുഡൻ മെറ്റീരിയൽ ആഡ് ചെയ്യുന്നത്. അങ്ങനെ ഒരു സിറ്റിംഗ് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഒരു വുഡൻ മെറ്റീരിയൽ ആഡ് ചെയ്യാം. അതിനുവേണ്ടി മെറ്റീരിയൽ എഡിറ്റർ ബോക്സ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി കീബോർഡിൽ M എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിന് ശേഷം മെറ്റീരിയൽ എഡിറ്റർ ബോക്സ് ഓപ്പൺ ആയി വന്നതായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതിനുശേഷം ഞാനൊരു 3D Max ഫയൽ ഓൾറെഡി ചെയ്തു വെച്ച ഒരു ഫയലാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ മെറ്റീരിയൽ എഡിറ്റർ ബോക്സ് നിറഞ്ഞിരിക്കുന്നത്. ഞാൻ ഒരു ബോക്സ് ഡിലീറ്റ് ചെയ്തിട്ട് അതിൽ മെറ്റീരിയൽ എങ്ങനെ ആഡ് ചെയ്യാമെന്ന് കാണിച്ചു തരികയാണ്. അപ്പോൾ അതിനുവേണ്ടി ഒരു ബോക്സ് സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ നിന്ന് ശ്രദ്ധിച്ചാൽ ഇവിടെ സ്റ്റാൻഡേർഡ് ആണ് കാണുന്നത്. ഈ സ്റ്റാൻഡേർഡ് ഒഴിവാക്കിയാൽ വേറെ മെറ്റീരിയൽ ആക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ സ്റ്റാൻഡേർഡ് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് മെറ്റീരിയൽ മാപ്പ് ബ്രൗസർ എന്ന ബോക്സ് ഓപ്പൺ ആയതായിട്ട് കാണാം. അതിൽ കുറച്ച് താഴത്തായിട്ട് വിയർ മെറ്റീരിയൽ എന്ന ഓപ്ഷൻ കാണാം. അത് ഓക്കെ കൊടുക്കുക. അതിനുശേഷം ഡിഫ്യൂസിൽ ഒരു ചെറിയൊരു ബോക്സ് കാണാം. അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ബിറ്റ് മാപ്പ് എന്നൊരു ഓപ്ഷൻ കാണാം ഈ ബോക്സിൽ. അവിടെ ക്ലിക്ക് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വുഡൻ മെറ്റീരിയൽ എടുക്കുക. ഞാനിവിടെ ഒരു ഡെസ്ക്ടോപ്പിൽ മെറ്റീരിയൽ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിലൊന്ന് ഞാനൊന്ന് സെലക്ട് ചെയ്യാണ്. ഓക്കെ, അത് ഓപ്പൺ കൊടുത്തു. അതിനുശേഷം ഒന്ന് ബാക്ക് അടിച്ചു. അതിനുശേഷം നിങ്ങളൊന്ന് ഈ വ്യൂ ഒന്ന് വലുതാക്കിയാണ്. ഡബിൾ ക്ലിക്ക് ചെയ്താൽ നമ്മളെ വുഡൻ മെറ്റീരിയൽ അതിൻ്റെ ബോക്സ് വലുതായിട്ട് വന്നതായിട്ട് കാണാം. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് അതിൽ കോർഡിനേറ്റ്സ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ തൊട്ട് താഴത്തായിട്ട് യൂസ് റിയൽ വേൾഡ് സ്കെയിൽ എന്ന ഓപ്ഷൻ കാണാം. അത് ടിക്കുള്ളത് ടിക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ ആ ടൈമിൽ ഇവിടെ ടിക്ക് ചെയ്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഈ മെറ്റീരിയൽ ബോക്സിലൊന്ന് ശ്രദ്ധിച്ചാൽ അവിടെ ഒരു പ്ലെയിൻ ആയിട്ടാണ് കാണുന്നത്. ഇനി അത് ടിക്ക് ഓഫ് ആക്കിയിട്ട് ആ ബോക്സ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. അപ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന മാറ്റം നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ടിക്ക് ഓഫ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അതിനുശേഷം നിങ്ങളൊന്ന് സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ആ ഷെയ്ഡ് രൂപപ്പെട്ടതായിട്ട് കാണാം. അപ്പോൾ അതിനുള്ള ഓപ്ഷനാണ് യൂസ് റിയൽ വേൾഡ് സ്കെയിൽ എന്ന ഒരു ഓപ്ഷൻ. ഓക്കെ,
ഇനി നമുക്ക് ഇവിടെ ബിറ്റ് മാപ്പ് പാരാമീറ്റേഴ്സ് എന്നൊരു ഓപ്ഷൻ കാണാം. ഇവിടെ വ്യൂ ഇമേജ് കാണാം. നമ്മളെ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മൾ സെലക്ട് ചെയ്ത വുഡൻ മെറ്റീരിയലിൻ്റെ വ്യൂ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇത് നമുക്ക് ക്രോപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ റെഡ് ബോർഡർ കാണാം. അതൊന്ന് ഇങ്ങോട്ട് ചെയ്താൽ ഏത് ഭാഗമാണോ യൂസ് ചെയ്യേണ്ടത് ആ ഭാഗം നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ക്ലോസ് ചെയ്ത് ഇവിടെ അപ്ലൈ എന്ന് കൊടുത്താൽ നമുക്ക് ആ ഭാഗം മാത്രമായിരിക്കും നമ്മൾ വുഡൻ മെറ്റീരിയലായിട്ട് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ആവശ്യമില്ലെങ്കിൽ നമുക്ക് അപ്ലൈ എന്നുള്ളിടത്ത് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ ചേഞ്ച് ആവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി അതിനുശേഷം ബാക്കോട്ട് വരിക. ബാക്കിലേക്ക് വന്നിട്ട് നിങ്ങൾക്ക് റിഫ്ലക്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ കളർ കൊടുക്കുന്ന ഭാഗത്തെല്ലാം അതിൻ്റെ തൊട്ടുപുറത്ത് ഒരു ബോക്സ് ഒരു ചെറിയൊരു ബോക്സ് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഫ്ലാറ്റ് ഓഫ് എന്നൊരു ഓപ്ഷൻ കാണാം. ഓക്കെ കൊടുക്കുക. എന്നിട്ട് ഇവിടെ പ്രൊഫഷണൽ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് വീണ്ടും ബാക്ക് വരിക. എന്നിട്ട് ഗ്ലോസിനെസ്സിനോട് 0.8 ഒന്ന് കൊടുക്കുക. അപ്പോൾ അതിലുണ്ടായ മാറ്റങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്കത് ക്ലിയർ ആവും. എന്നിട്ട് പ്രൊഫഷണൽ റിഫ്ലക്ഷൻ എന്ന് പോസ് കൊടുക്കുക. അതായത് റിഫ്ലക്ഷൻ കുറച്ച് പ്രൊഫഷണൽ റിഫ്ലക്ഷൻ എന്ന് ടിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ ശ്രദ്ധിച്ചാൽ അവിടെ മാറ്റം നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ ടിക്ക് ഓഫ് ചെയ്ത് കൊടുത്തു. വുഡിന് ചെറിയൊരു റിഫ്ലക്ഷൻ കൊടുക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ പ്രൊഫഷണൽ റിഫ്ലക്ഷൻ ഓഫ് ചെയ്ത് കൊടുത്തത്. അതിനുശേഷം ഇവിടെ BRDF എന്നുള്ളത് ബില്ല് അത് നിങ്ങൾക്ക് മാറ്റി കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അതിനുശേഷം ഇവിടെ GI എന്നുള്ളത് അതൊന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം മാപ്പിലൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ആഡ് ചെയ്യേണ്ടത് ഫസ്റ്റത്തെ സെലക്ഷൻ ഇതാണ്. രണ്ടാമത്തത് ഈ ഒരു ടൂൾസാണ്. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ക്ലോസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മെറ്റീരിയൽ ആഡായ ഭാഗം നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതിനുശേഷം ഇവിടെ പ്ലെയിൻ ആയിട്ടാണ് കാണുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് സ്കെയിൽ ചെയ്യാം. അതിനുവേണ്ടി നിങ്ങൾക്ക് UV മാപ്പ് എന്നൊരു ഓപ്ഷൻ കാണാം. അല്ലെങ്കിൽ മാപ്പ് സ്കാലർ എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാം. അത് രണ്ടും ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് UV മാപ്പാണ്. അതിനുവേണ്ടി കീബോർഡിൽ കമൻറ്റ് പാനലിൽ പോയിട്ട് മോഡിഫയർ ലിസ്റ്റിൽ UV മാപ്പ് സെർച്ച് ചെയ്യുക. അതിൻ്റെ ഷോർട്ട് കീബോർഡിൽ U എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് കുറച്ച് താഴത്തായിട്ട് UV മാപ്പ് ഇവിടെ കാണാവുന്നതാണ്. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പാരാമീറ്റേഴ്സിൻ്റെ പ്ലാനർ ഒന്ന് ഒഴിവാക്കിയിട്ട് മാപ്പ് ബോക്സ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം റിയൽ വേൾഡ് മാപ്പ് സൈസ് എന്ന ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ സ്ക്രീൻ ശ്രദ്ധിച്ചാൽ അവിടെ നമ്മൾ വുഡ് മെറ്റീരിയൽ ഇവിടെ അതിൻ്റെ ഷെയ്ഡുകൾ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു ബെററായിട്ടാണ് കാണുന്നത് ഹെഡ്ജ്. അപ്പോൾ അതെങ്ങനെ ക്ലിയർ ആക്കാമെന്ന് ഇനി നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ഈ UV മാപ്പ് ഇവിടെ ഒരു ആരോ മാർക്ക് ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. അതിൽ ഗിസ്മോ എന്ന ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് റൊട്ടേറ്റ് എടുക്കാം. അതിന് റൊട്ടേറ്റിൻ്റെ ഷോർട്ട് കീബോർഡിൽ E എന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അതിനുശേഷം ഒന്ന് വ്യൂ ഒന്ന് ഇതുപോലെ ആക്കുക. ഏത് ഭാഗമാണോ ചേഞ്ച് ആക്കേണ്ടത് അതൊന്ന് നമ്മളെ ഫേസിനോട് മുഖം തിരിച്ച് വെക്കുക. എന്നിട്ട് ഈ റെഡ് ഉണ്ടല്ലോ ഇവിടെ റൊട്ടേറ്റിൻ്റെ ഈ റെഡ് ഒന്ന്
ചേഞ്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് ദിശയിലേക്കാണോ വേണ്ടത് അവിടേക്ക് തിരിച്ചു കൊടുക്കാം. ഓക്കെ, ഉണ്ടല്ലേ. അതിനുശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് അവിടെ ലെങ്ത്തും വിഡ്ത്തും ഒന്ന് ചേഞ്ച് കൊടുക്കാം. ഉണ്ടല്ലേ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ മാറുന്നതായിട്ട് കാണാം. അപ്പോൾ ഇവിടെ ചേഞ്ച് ആയതായിട്ട് കാണാം. വീണ്ടും അതിനുശേഷം ഒന്ന് വീണ്ടും ഇതിൻ്റെ സെറ്റിങ്സിൽ ഈ ഓപ്ഷൻ ഒന്ന് റെഡിയാക്കി കൊടുക്കുക. അതായത് ലെങ്ത്തും വിഡ്ത്തും ഒക്കെ ഒന്ന് ചേഞ്ച് ആക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് എഫക്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ആ മെറ്റീരിയലിൻ്റെ ഡിസൈൻ കറക്റ്റ് വരുന്നതായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഈ ഭാഗം ഒന്നുകൂടി ക്ലിയർ ആകാണ്ട്. അപ്പോൾ വീണ്ടും നമുക്ക് ലെങ്ത്തും വിഡ്ത്തും ഹൈറ്റും ഒക്കെ ഒന്ന് ഇവിടെ ഹൈറ്റാണ് കുറക്കേണ്ടത്, വിഡ്ത്താണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് ഈ ലെഗിനൊന്ന് മെറ്റീരിയൽ ആഡ് ചെയ്യാം. അതിനുവേണ്ടി വീണ്ടും മെറ്റീരിയൽ എഡിറ്റർ ബോക്സ് എടുക്കുക. എന്നിട്ട് ഈ ലെഗ് ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം നേരത്തെ ചെയ്ത പോലെ മെറ്റീരിയൽ ആഡ് ചെയ്യുക. എന്നിട്ട് UV മാപ്പ് എടുക്കുക. അല്ലെങ്കിൽ മോഡിഫയർ ലിസ്റ്റിൽ പോകേണ്ട ആവശ്യമില്ല. നേരെ ഫസ്റ്റത്തെ ബോക്സ് സെലക്ട് ചെയ്യുക, നേരത്തെ ചെയ്തത്. എന്നിട്ട് UV മാപ്പ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതായത് ഇവിടെ ശ്രദ്ധിച്ച മോഡിഫയർ ലിസ്റ്റിൻ്റെ ഭാഗത്ത് ശ്രദ്ധിച്ചാൽ അതൊന്ന് ക്ലിക്ക് ചെയ്ത് പിടിക്കുക. എന്നിട്ട് നേരെ ഒന്ന് മൂവ് ചെയ്യിച്ചാൽ മതി. ഇതിൻ്റെ മുകളിലേക്കൊന്ന് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നതായിട്ട് കാണാം. അപ്പോൾ ഇവിടെ വെർട്ടിക്കലാണ് ആക്കണമെന്നുണ്ടെങ്കിൽ റൊട്ടേറ്റിൽ പോയിട്ട് അത് ഗിസ്മോ ഇങ്ങനെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഗിസ്മോ സെലക്ട് ചെയ്യാത്തതുകൊണ്ടാണ്. അതിനു വേണ്ടിയാണ് ഗിസ്മോ സെലക്ട് ചെയ്യുന്നത്. ഇനി നമുക്കൊന്ന് റൊട്ടേറ്റ് ചെയ്താൽ ആ മെറ്റീരിയൽ മാത്രമാണ് റൊട്ടേറ്റ് ആവുന്നതായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഇനി ഈ ലെഗിന് മെറ്റീരിയൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നേരെ മെറ്റീരിയൽ എഡിറ്റർ ബോക്സിൽ നേരത്തെ ചെയ്ത പോലെ ഒന്ന് ചെയ്താൽ മതി. അതിനുശേഷം നിങ്ങൾ UV മാപ്പ് എടുക്കാൻ വേണ്ടി മോഡിഫയർ ലിസ്റ്റ് പോയിട്ട് തപ്പേണ്ട ആവശ്യമില്ല. നേരെ ഫസ്റ്റ് ലെഗ് സെലക്ട് ചെയ്യുക. അതിൽ കൊടുത്തിരിക്കുന്ന UV മാപ്പ് നേരെ ഒന്ന് അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒന്ന് മൂവ് ചെയ്യുക. അതായത് അതൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ ലെഗിലേക്കൊന്ന് വലിച്ചിട്ടാൽ മതി. അപ്പോൾ കറക്റ്റ് സൈസ് ഫസ്റ്റ് ലെഗിൽ കൊടുത്ത അതേ വാല്യൂവിൽ തന്നെ ആ UV മാപ്പ് സെറ്റ് ആയതായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി നമുക്കൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് എല്ലാ ഭാഗവും കറക്റ്റായിട്ട് മെറ്റീരിയൽ വന്നതായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു വുഡൻ മെറ്റീരിയൽ എങ്ങനെ ഒരു ഒബ്ജക്റ്റിന് ശരിയായ രീതിയിൽ ആഡ് ചെയ്യാമെന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഓൾറെഡി ഒന്ന് ചെയ്തു വെച്ചതൊന്ന് കാണിച്ചു തരാം. ഇവിടെ റോങ് ആയിട്ട് മെറ്റീരിയൽ ആഡ് ചെയ്തത് കാണാം. ഓക്കെ, അപ്പോൾ ഇതും കൂടി നമുക്കൊന്ന് ക്ലിയർ ആക്കാം. ഇവിടെ ഞാൻ UV മാപ്പ് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ ക്ലിയർ ആക്കാമെന്ന് നോക്കാം. ഓക്കെ, ഈ ഭാഗമൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. പക്ഷേ രണ്ട് സൈഡിലും ക്ലിയർ ആകാത്തതായിട്ട് കാണാം. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് ക്ലിയർ ആക്കി കൊടുക്കാം. ഓക്കെ, റൊട്ടേറ്റ് എടുക്കാം. അപ്പോൾ ഗിസ്മോ സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ആ ഒബ്ജക്റ്റ് തന്നെ റൊട്ടേറ്റ് ആവുന്നതായിട്ട് കാണാം. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഗിസ്മോ സെലക്ട് ചെയ്തു. ഇനി വെർട്ടിക്കലാണോ വേണ്ടതുണ്ടെങ്കിൽ വെർട്ടിക്കലാക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇവിടെ ചേഞ്ച് ആയപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വീണ്ടും റോങ് ആയതായിട്ട് കാണാം. അപ്പോൾ അത് വീണ്ടും റെഡിയാക്കാം.
എന്നിട്ട് സെറ്റിങ്സിൽ ലെങ്ത് വിഡ്ത്തും ഒന്ന് ചേഞ്ച് ആക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ബോക്സ് ഒന്ന് ശ്രദ്ധിച്ചാൽ എല്ലാ ഭാഗവും ക്ലിയർ ആയെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ പുതിയ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.